الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين وجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ സഹോദരിമാരെ പടച്ചറബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി മുവഹ്ഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അടിയുറച്ച് മരണം വരെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത പേരുകളിൽ വിവിധങ്ങളായ രൂപങ്ങളിൽ ഒക്കെ തിന്മകൾ നമ്മുടെ വീടകങ്ങളിൽ വരെ എത്തി അല്ലെ. പല വലിയ തിന്മകളെ ഇന്ന് നമ്മൾ ചെറിയ തിന്മകളായി പരിഗണിച്ചുകൊണ്ട് ചിലരൊക്കെ ഒപ്പം കൂട്ടിയും ചിലരൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ കൊണ്ടുവന്നിരുത്തിയുമൊക്കെ ആ തിന്മകളെ താലോലിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമുള്ള പേടിക്കേണ്ട ചില കാലഘട്ടങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. വെറുതെ ഏതെങ്കിലും രൂപത്തിൽ ഇനി മുന്നോട്ട് പോയാൽ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല സഹോദരങ്ങളെ. ഇത് ഏതെങ്കിലും തരത്തിൽ പേടിപ്പിക്കുന്ന വാക്കുകളല്ല. ഇന്നലകളിൽ മറ്റു പല രാജ്യങ്ങളിലും കണ്ടിരുന്ന കേട്ടിരുന്ന പലതും ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലേ നമ്മൾ കേട്ടു. ഇന്നലെ നാട്ടിൽ കേട്ടത് ഇന്ന് വീട്ടിൽ നിന്ന് ശബ്ദിക്കുന്നു. ഇല്ലേ, ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് എന്തേ പരിഹാരം?
എന്ത് പരിഹാരം, എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് ചിന്തിച്ച് എങ്ങനെയൊക്കെ ഒന്ന് മരിച്ചാൽ മതി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയൊന്നും വെറുതെ മരിച്ചാൽ വിജയം കിട്ടുന്ന ലോകമല്ല പരലോകം എന്നത് നമ്മൾ മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിൽ ബനൂ ഇസ്രായീലരുടെ കഥ പഠിപ്പിക്കുന്നുണ്ട്, ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഗുണപാഠം നമ്മുടെ മുമ്പിലേക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലെ, ഏതാണ്? ഇസ്രായേലിൽപ്പെട്ട ഒരു ജനത ഈലാത്ത് എന്ന കടൽ തീരത്തിൽ ആ ഗ്രാമത്തിൽ താമസിക്കുന്നു. അവരുടെ പ്രത്യേകത എന്താ? ഈലാത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർദാനിന്റെയും സൗദിയുടെയും ഫലസ്തീനിന്റെയും പ്രദേശങ്ങൾക്ക് അടുത്തു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈലാത്ത് എന്ന് പറയുന്ന പ്രദേശം. അവിടുത്തെ നിവാസികളായ ഇസ്രായേലിയർ അവരുടെ കച്ചവട അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എന്തായിരുന്നു? അവർ മീൻപിടുത്തക്കാരായിരുന്നു. മീൻപിടുത്തക്കാരായ ആളുകൾ അവരോട് പറഞ്ഞു, ശനിയാഴ്ച ദിവസം അവർ അംഗീകരിക്കുന്ന തൗറാത്ത് അനുസരിച്ച് ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല. ശനിയാഴ്ച ദിവസം ശബ്ബത്ത് ദിനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? മീൻ പിടിക്കാൻ പാടില്ല, ഒരു ജോലിക്കും പോകാൻ പാടില്ല. ആരാധന കർമ്മങ്ങൾ നടത്തേണ്ട ദിവസമാണ് എന്ന് തൗറാത്തിന്റെ വിധിപ്രകാരം അവരോട് ശാസനകൾ നൽകുമ്പോൾ കൗശലങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, അവർ അതിന്റെയൊക്കെ ആളുകളായ യഹൂദികൾ അല്ലെ, അവരുടെ മുമ്പിലേക്ക് അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുന്നുണ്ട്. എന്താ പരീക്ഷണം? ശനിയാഴ്ച ദിവസം കടലിൽ, നദിയിൽ മീനുകൾ ഇങ്ങനെ പൊങ്ങിക്കളിച്ചു കൊണ്ടിരിക്കും. ശനിയാഴ്ച ധാരാളമായി മത്സ്യങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെയാണല്ലോ, ജമാഅത്തിന്റെ സമയമാകുമ്പോ കടയിലേക്ക് കസ്റ്റമർ ഇങ്ങനെ കൂടുതൽ വരുന്നതായിട്ട് തോന്നും. വെള്ളിയാഴ്ച ദിവസം കാണാൻ നേരത്തെ അടക്കാന്ന് വിചാരിച്ചപ്പോ ഇതാ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. നമ്മളെക്കൊണ്ട് സാധിക്കണില്ല. സഹോദരങ്ങളെ, പരീക്ഷണമാണ്. നമ്മുടെ ഈമാനിനെയും നമ്മുടെ ഇഖ്ലാസിനെയും നാം എത്രത്തോളം ദീനിന് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നതിനെയുമുള്ള പരീക്ഷണമാണ്. എത്ര ആളുകൾ അത് തിരിച്ചറിഞ്ഞ് അവിടെയൊക്കെ അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നത് ചിന്തനീയമാണ്. സഹോദരങ്ങളെ, ആലോചിക്കണം. അങ്ങനെ ശനിയാഴ്ചകളിൽ ധാരാളം മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് വെള്ളത്തിന്റെ മീതെ തലപൊക്കിക്കൊണ്ടിരിക്കും. മറ്റു ദിവസങ്ങളിൽ അങ്ങനെ സംഭവിക്കാറില്ല. കുറെ പെടാപ്പാട് പെട്ടിട്ടാണ് മറ്റു ദിവസങ്ങളിൽ മീനെ കിട്ടാൻ. ശനിയാഴ്ച ഇങ്ങനെ ധാരാളം മീൻ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിച്ചു. എന്താണ് അവർ ചിന്തിച്ചത്? അവരൊരു സൂത്രം പ്രയോഗിച്ചു. അല്പമകലെ ചില കുളങ്ങൾ സ്ഥാപിക്കുകയും സമുദ്രത്തിൽ നിന്ന് അതിലേക്ക് വെള്ളച്ചാലുകൾ നിർമ്മിക്കുക. മത്സ്യങ്ങൾ ചാലുകളിലൂടെ കുതിച്ചു വന്ന് കുളത്തിൽ തങ്ങിക്കണ്ടാൽ ഉടനെ കുളത്തിന്റെ മുഖം അടച്ചു കെട്ടുകയും പിറ്റേന്ന് എന്ന് ശനിയാഴ്ചയില്ല, പിറ്റേ ദിവസം അവർ മത്സ്യങ്ങളെ പിടിക്കുകയും ചെയ്യുക. ഇതുവഴി ശനിയാഴ്ച മത്സ്യം പിടിക്കുന്ന ജോലിക്ക് പോയ എന്ന ആരോപണത്തിൽ നിന്ന് അവർ ഒഴിവാകുകയും മത്സ്യം ശേഖരിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നതാണ് അവർ ചെയ്ത അപകടം. അല്ലാഹു ഒരു നിയമം വെക്കുകയും ആ നിയമത്തിന് എതിരായവർ പ്രവർത്തിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, എന്താണ് ഇവിടെ? ഇത് കാപട്യവും അക്രമവും നിയമത്തിന്റെ യുക്തിതത്വത്തെ മറികടക്കലുമാണ്. ഒരിക്കലും അല്ലാഹു പറഞ്ഞ രൂപത്തിലല്ല അവർ ചെയ്തത്. അതിനെ അവരുടെ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അവരതിനെ ചെയ്തു, മറികടക്കാൻ ശ്രമിച്ചു. എന്താ ഉണ്ടായത്? സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തുകൾ ആ രാജ്യക്കാർ 3 വിഭാഗക്കാരായിരുന്നു എന്ന് കാണാൻ പറ്റും. പൊതുവെ ഏത് പ്രശ്നം നടക്കുമ്പോഴും ഈ 3 വിഭാഗക്കാരുണ്ടാകും. ചിന്തിച്ചു നോക്കിയേ, ഞാൻ ഏത് വിഭാഗത്തിനാണ് എന്ന് ചിന്തിച്ചാൽ അതിനുള്ള പരിഹാരം നമുക്ക് ലഭിക്കും. ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, ചെയ്യണം ചെയ്യണ്ടേ, ഞാൻ ചെയ്യണില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന, നോർമലൈസ് ചെയ്യുന്ന ഒരു വിഭാഗമായി പലപ്പോഴും ഇന്ന് മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫലസ്തീനിന്റെ പ്രയാസങ്ങളെ കാണുമ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫലസ്തീനിന് പൂർണ്ണമായൊരു നീതി, പിഞ്ചു കുഞ്ഞുങ്ങൾ ബോംബിനിരയായി കയ്യും കാലും ഇല്ലാതെ പൊട്ടിത്തെറിച്ചു പോകുമ്പോ ഒരു പൂർണ്ണമായ നീതി ഈ ദുനിയാവിൽ കിട്ടുമെന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അത് നടപ്പിലാകുന്ന കാര്യമാണോ? വിശപ്പ് സഹിച്ച് പട്ടിണി കിടന്ന് മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് നീതി എന്നത് പൂർണ്ണമായത് ഇവിടെ കൊണ്ട് തീരുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. അതൊക്കെ പൂർണ്ണമായ നീതിയുടെ ലോകമുണ്ട്, പരലോകം. അത് സത്യമാണ്. ആ പരലോകത്തിന് വേണ്ടി ജീവിതത്തിൽ ഒരു കണിശ നിലപാട്, കുടുംബത്തിൽ ഒരു കണിശ നിലപാട്, മക്കളുടെ വിഷയത്തിൽ ഒരു കണിശ നിലപാട്. സഹോദരങ്ങൾ, അഡ്ജസ്റ്റ്മെന്റുകളല്ല. എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവരിലേക്ക് ഇറക്കി വെച്ച് തസ്ബീഹ് ചൊല്ലുമ്പോൾ മാത്രമുള്ളതല്ല ദീൻ. 3 കഷണം കുടിയിൽ പൊതിയുന്നത് മാത്രമല്ല ദീൻ. കല്യാണ വീട്ടിൽ അല്ലെങ്കിൽ ഉസ്താദ് വന്ന് കൈപിടിച്ച് നിക്കാഹ് നടത്തി കൊടുക്കുമ്പോൾ കൈപിടിക്കുന്ന ആ അവസ്ഥ മാത്രമല്ല ദീൻ.
അല്ലേ? നമ്മൾ മനസ്സിലാക്കണം, അത് മാത്രമല്ല ദീൻ. ചില ആളുകളുടെ ജീവിതത്തിൽ ഇത് മാത്രം ദീൻ, ഇതിനൊക്കെ ദീനായിരിക്കണം, ഇതിനൊക്കെ കൃത്യമായിരിക്കണം. അതിന്റെ അപ്പുറത്തേക്കോ ആ കല്യാണ വീട്ടിൽ ഇന്നലെ നടന്നതോ, ആ കല്യാണ വീട്ടിൽ നിക്കാഹിന് മുമ്പ് നടന്നതോ, ആ നിക്കാഹ് കഴിഞ്ഞിട്ട് നടക്കാനിരിക്കുന്നതോ, അവിടെയൊന്നും ഒരു പരലോക ചിന്തയില്ല, അവിടെയൊന്നും ഒരു ആലോചനയില്ല. സഹോദരങ്ങളെ, എന്തെങ്കിലും കാട്ടിക്കൂട്ടിട്ട് ഇതൊക്കെ ദീനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇല്ല. ആ പരലോകത്ത് വിജയിക്കുക എന്നത് വലിയ പ്രയാസമാണ്. എല്ലാവരോടും ഞാൻ എന്നോട് ആദ്യം, അത് കഴിഞ്ഞ് നിങ്ങളോടും സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, അഡ്ജസ്റ്റ്മെന്റുകൾക്ക് പരലോകത്ത് വിജയമില്ലട്ടോ. ഏതൊക്കെ ആളുകൾ ദീനറിയാതെ, ദീനിന്റെ വക്താക്കളാകാതെ ജീവിച്ച് മരിച്ചിട്ടുണ്ടോ, ഒരുപക്ഷെ അവരുടെ കൂട്ടത്തിൽ ഈ ദീനിന്റെ ഉള്ളിൽ കയറി പരിഹാസരായി നമ്മൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ, ഈ ദീനിന്റെ ഉള്ളിൽ കയറിയിട്ട് ദീനില്ലാതെ ജീവിച്ചിട്ട് അവരുടെ കൂടെ ആട്ടപ്പെടും പരലോകത്ത് നാളെ നരകത്തിലേക്കെങ്കിൽ എന്തൊരു ദുരിതമാണ്, എന്തൊരു ദുരന്തമാണ് എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്നത് നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 3 വിഭാഗക്കാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? എന്താണ് ഒന്നാമത്തെ വിഭാഗം? നിയമം ലംഘിച്ചുകൊണ്ട് മത്സ്യം പിടിച്ചിരുന്നവർ. ഒന്നാമത്തെ വിഭാഗം തെറ്റ് ചെയ്തവർ, കുറ്റം ചെയ്തവർ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ലെ? ചെയ്ത ആൾക്കാരപ്പുറത്തുണ്ട്, ചെയ്ത ആൾക്കാരപ്പുറത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ കുറ്റം ചെയ്ത ആളുകൾ ഒരു വിഭാഗം ആ നാട്ടിലുണ്ടായിരുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്താ? അവരുടെ ഈ ദുഷ്പ്രവൃത്തിയെ കുറിച്ച് ആക്ഷേപിക്കുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ഉപദേശിക്കുകയും ചെയ്തു വന്നിരുന്ന ഗുണകാംക്ഷികളായ നസീഹത്തിന്റെ വക്താക്കൾ. ഗുണകാംക്ഷികൾ, തെറ്റാണ് ചെയ്യരുത്, പാടില്ല, അപകടമാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവരെ ആ തെറ്റിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നവർ. സഹോദരങ്ങളെ, മൂന്നാമത്തെ വിഭാഗം എന്താ? ആ പ്രവൃത്തിയെ പറ്റി മനസ്സുകൊണ്ട് വെറുക്കുകയും അതോടുകൂടി അവരെ ഉപദേശിച്ചിട്ട് ഫലമില്ല. ചില ആൾക്കാരൊക്കെ പറയും, എന്തിനൊപ്പം അവരെ ഉപദേശിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു പോകാന്നല്ലാതെ ഒരു അങ്ങനത്തെ ഒരു ന്യൂട്രൽ, അല്ലെ, ഒരു ഫ്രീസ് ചെയ്യപ്പെട്ടൊരു അവസ്ഥ പലപ്പോഴുണ്ട്. എന്തിനൊപ്പം നമ്മളൊക്കെ അവരെ ഉപദേശിക്കാൻ പോകും? നമ്മളങ്ങനെ ചെയ്ത് ജീവിച്ചാൽ പോലെ, നമ്മൾ നിസ്കരിച്ചാൽ പോലെ, നമ്മൾ നോമ്പെടുത്താൽ പോലെ. ഓരോ സഹോദരങ്ങളെ, അവിടെ ഒരു കൃത്യമായ ബോധങ്ങൾ നമുക്കുണ്ടാകണം. അവർ അല്ലാഹുവിൽ നിന്നുള്ള ഏതെങ്കിലും ശിക്ഷയ്ക്ക് വിധേയമായി തീരുക തന്നെ ചെയ്തേക്കുമെന്ന് കരുതി മൗനം അവലംബിച്ചവരാണ് ഈ 3 വിഭാഗത്തെ അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാം, വലഖദ് അലിംതുൽ ലദീന അതദൗ മിൻകും ഫിസ് സബ്തി ഫഖുൽനാ ലഹും ഖൂലൂ ഖിറദതൻ ഖാസിഈൻ. നിങ്ങളിൽ നിന്ന് സബത്ത് ദിവസം, ശനിയാഴ്ച ദിവസം അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നാം അവരെ എന്താക്കി? അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരുക. ഭൂമിയിൽ ജീവിച്ച മനുഷ്യന്മാരെ അല്ലാഹു കുരങ്ങുകളായി മാറ്റിയെന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഇത് ഹദീസിലാണെങ്കിലും ചില ആൾക്കാരേക്ക് ഒന്ന് ആലോചിക്കണം, സ്വീകരിക്കണോ വേണ്ടത്. ചില ആൾക്കാരുടെ നിലപാട് അങ്ങനെയാണ്. ഹദീസിലെങ്ങാനുമാണ് ഈ ഒരു പ്രയോഗം വന്നെങ്കിലോ, ഏത് പ്രയോഗം? അവരെ കുരങ്ങന്മാരാക്കി എന്ന പ്രയോഗം വന്നെങ്കിലോ ചില ആൾക്കാർ അത് ബുദ്ധിക്കിട്ട് ഇങ്ങനെ ആലോചിക്കും, ഇത് വിശ്വസിക്കണോ, ഇത് വിശ്വസിക്കാൻ പറ്റോ, എങ്ങനെ പോയി കുരങ്ങക്കാവാം? ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു എത്തും പിടി കിട്ടണില്ലല്ലോ. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് വിശ്വസിക്കാതിരിക്കുക, അത് ശരിയല്ല എന്ന് പറയുക. അത് ബുഖാരിയിൽ വന്നാലും ശരി, അത് സ്വഹീഹായ മുസ്ലിമിൽ വന്നാലും ശരി, സഹോദരങ്ങളെ, അത് സ്വീകരിക്കാതിരിക്കുക. നിങ്ങൾ ആലോചിക്കുക, അല്ലാഹു പറയാ, അവരെന്ത് നിന്ദ്യന്മാരായ, അതെ, കുരങ്ങന്മാരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ഒരു ഗുണപാഠം ആർക്കൊക്കെയുള്ളതാണ്? ഈ ഒരു സന്ദേശം ആർക്കൊക്കെയുള്ളതാണ്? തിന്മ ചെയ്തവർക്ക് മാത്രമല്ല ഇതിലുള്ള പാഠമുള്ളത്. തിന്മയെ, ഏതെങ്കിലും തിന്മ കണ്ടാൽ അതിനെ തടുക്കാത്തവർക്കൊക്കെ ഇതിൽ പാഠമുണ്ട്. വീട്ടിൽ നിന്ന് പെണ്ണിറങ്ങി പോകുന്നത് ജീൻസും പാന്റും ഇട്ട ഉമ്മ വാപ്പയൊക്കെ നല്ല മുത്തക്കിങ്ങളാ, നല്ല രൂപത്തിലാ, നല്ല പറഞ്ഞിട്ട ഉമ്മ നടക്കണേ, വാപ്പ നടക്കണ നെയ്യാണിക്കും ഒരു വസ്ത്രം ധരിച്ചിട്ട. എന്നാലോ അതിന്റെ പിന്നിൽ വരുന്ന പെണ്ണ്, ആ പെണ്ണ് വരുന്നത് എങ്ങനെയാ? ഒരു ജീൻസ് ഇട്ടിട്ടുണ്ട്, ഒരു ബനിയൻ ഇട്ടിട്ടുണ്ട്, ഒരു ആണോ പെണ്ണോ എന്നറിയാത്തൊരു കോലം. സഹോദരങ്ങളെ, അപകടമില്ല. രണ്ട് പ്രയോഗമുണ്ട്. അല്ലാഹു ശപിച്ചു ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിക്കുന്നതും പെണ്ണിന്റെ വസ്ത്രം ആണ് ധരിക്കുന്നതും അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ? നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിന്റെ ശാപം വേണോ? നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം വേണോ?
നമ്മൾ തിരിച്ചറിയണം. പെണ്ണിനെ പെണ്ണായി വളർത്താൻ, ആണിനെ ആണായി വളർത്താൻ, വീട്ടിൽ ദീനുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. സുബഹിന്റെ സമയത്ത് വെളിച്ചമുള്ള വീടായിരിക്കണം നമ്മുടെ വീട്. അടഞ്ഞു കിടന്ന് ഇരുട്ടിന്റെ ഉള്ളിലുള്ള അവസ്ഥയായിരിക്കരുത്. സുബഹിക്ക് പള്ളിയിൽ വരാത്ത വാപ്പയുള്ള വീടാകരുത് നമ്മുടെ വീട്. സുബഹിക്ക് പള്ളിയിൽ വരാത്ത മക്കളുള്ള വീടായിരിക്കരുത് നമ്മുടെ വീട്. അതിലൊക്കെ കുറച്ച് ത്യാഗം സഹിച്ചാൽ സഹോദരങ്ങളെ മരണം വരെയുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഈ ചെയ്ത ത്യാഗത്തിലൊക്കെയുള്ള സന്തോഷങ്ങളല്ലേ കബറിൽ കിട്ടുക, അല്ലെ കബറിൽ കിട്ടുക. അതൊന്ന് ആലോചിച്ചു നോക്കിയേ, അതൊന്ന് ആലോചിച്ചു നോക്കിയേ. റിട്ടയർമെന്റ് നമ്മൾ പറയും, നല്ല ആയുസ്സും നല്ല ആരോഗ്യമുള്ള സമയത്ത് നന്നായിട്ട് പണിയെടുത്ത് എവിടെയെങ്കിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ചില ആളുകൾ വിവാദത്തിലൊക്കെ ഇങ്ങനെ സജീവമായിട്ട് ഒരു പറയുന്നത് അൽഹംദുലില്ലാ അന്ന് ഇതിലൊക്കെ ചെയ്തത് കൊണ്ട് ഹൈറായിട്ടോ. സഹോദരങ്ങളെ, നമുക്കൊരു റിട്ടയർമെന്റ് ഉണ്ട്. മരണത്തിനപ്പുറം ഖബറിൽ ഒരു ജീവിതമുണ്ട്. അവിടത്തേക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കണം. അതിന് കുടുംബമായി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തിന്മയെ നോർമലൈസ് ചെയ്യുന്നവർക്കും ഇതിൽ പാഠമുണ്ട്, വിശ്വാസികൾക്ക് പാഠമുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇദതൻ ലിൽ മുത്തഖീൻ. ഫജഅൽനാഹാ നാം ഈ സംഭവത്തിലാക്കിയിട്ടുണ്ട്, നകാലൻ ഗുണപാഠമാക്കിയിട്ടുണ്ട്. ലിമാ ബൈന യദൈഹാ അത് കണ്ടവർക്ക് ഗുണപാഠമുണ്ട്, വമാ ഖൽഫഹാ അത് കഴിഞ്ഞിട്ട് കടന്നു വരുന്ന തലമുറകൾക്ക് ഈ സംഭവത്തിൽ ഗുണപാഠമുണ്ട്. വമൗഇദതൻ ലിൽ മുത്തഖീൻ. എന്നിട്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഇതിൽ സാരോപദേശമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ധാരാളം ആയത്തിൽ ഈ ഒരു സംഭവം ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്. 7-ാം അധ്യായം 165, 166, 4-ാം അധ്യായം 47, 5-ാം അധ്യായം 60-ാമത്തെ ആയത്ത്, ഇവിടെയൊക്കെ ഈ ഒരു സംഭവത്തെ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മൗനം പാലിച്ചവരെ കുറിച്ച് മുഫസ്സിറുകൾക്കിടയിൽ 2 അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. എന്താണത്? ഒന്നാമത്തെ അഭിപ്രായം, മനസ്സിൽ തിന്മയോട് വെറുപ്പുണ്ടായിരുന്നു, അതിനാൽ ശിക്ഷിക്കപ്പെട്ടില്ല എന്നൊരു അഭിപ്രായം. ആ തിന്മയോട് ഒരു വെറുപ്പുണ്ടായിരുന്നു, അതിങ്ങനെ നാട്ടിലിങ്ങനെ വന്നപ്പോ അതിനോടൊരു വെറുപ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ അഭിപ്രായം എന്താ? രണ്ടാമത്തെ അഭിപ്രായം, അവരും ശിക്ഷിക്കപ്പെട്ടു. എന്തേ കാരണം? നാവ് കൊണ്ടെങ്കിലും അവർക്ക് തിന്മയെ എതിർക്കാമായിരുന്നു. അവർ മിണ്ടില്ല, എതിർപ്പൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, അവരിത് പറഞ്ഞില്ല. സഹോദരങ്ങളെ, ആലോചിക്കണം. ചിലരെങ്കിലും ഓർമ്മണുണ്ട്, ഇല്ലേ? ചിലരെങ്കിലും ഓർമ്മണുണ്ടോ? നോക്കി. അപ്പോ ആ രൂപത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? ഈ കൂട്ടത്തിൽ നമ്മൾ എവിടെയാ? ഞാൻ എവിടെയാ? ഒരു തിന്മ കാണുമ്പോൾ അതിനോട് എന്റെ സമീപനം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു. ഞാൻ എവിടെയാ? വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ പോയിട്ട് കാര്യമില്ല. ഒരു തിന്മയോട് എന്റെ സമീപനം എന്ന്, അതിനെ എതിർക്കുന്നിടത്ത് ഞാൻ എവിടെയാണ്? ഞാൻ എങ്ങനെയാണ്? നല്ല ഒരു കപ്പൽ യാത്രയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒരു തിന്മ എതിർത്തില്ലെങ്കിലുള്ള അപകടം എന്താണ്? ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര പോകുക. ആ യാത്ര പോകുമ്പോ 2 തട്ടിൽ ആൾക്കാരുണ്ട്. ആ 2 തട്ടിലുള്ള ആളുകളിൽ അടിയിലെ തട്ടിലെ ആളുകൾക്ക് വെള്ളം കിട്ടാൻ അവർക്ക് മുകളിലെ തട്ടിലേക്ക് പോകേണ്ടതുണ്ട്. മുകളിലെ തട്ടിൽ പോയാൽ വെള്ളം കിട്ടും, ശുദ്ധജലം കിട്ടും കുടിക്കാൻ. അങ്ങനെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് 2 പ്രാവശ്യം പോയി വെള്ളം എടുത്തപ്പോ അടിയിലെ ആളുകൾക്ക് ഒരു ഇടങ്ങേറ്. അവർ പറഞ്ഞത്, നമ്മൾ ഇത്രയും പാടേച്ച് മുകളിലേക്ക് പോയി ആ വെള്ളം എടുക്കാന്ന് ഭയങ്കര റിസ്ക് അല്ലേ? ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മൾ കടലിലൂടെ അല്ലേ യാത്ര പോകണേ? നമ്മുടെ ഈ കപ്പലിന്റെ അവിടെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ഒരു അടുപ്പുണ്ടാക്കിയ സുഖല്ലേ? വെള്ളം കിട്ടൂലേ? ഇത്ര പ്രയാസപ്പെടണ്ടല്ലോ. അങ്ങനെ അടിയിലെ ആളുകൾ തീരുമാനിച്ചു, എന്ത്, ഇവിടെ ഒരു ദ്വാരം ഉണ്ടാക്കാം. അങ്ങനെ ഇങ്ങനെ തട്ടും കുട്ടുമൊക്കെ ദ്വാരം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. അവിടെ 3 കൂട്ടരുണ്ടായി. ഒരു കൂട്ടർ പറഞ്ഞു, അരുതട്ടോ, ചെയ്യല്ലോ, അങ്ങനെ ചെയ്താൽ അപകടം ഉണ്ടല്ലോ. രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞു, എന്ത്, നിങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ ചെയ്തോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ എന്താന്ന് ചെയ്യും, ആൾക്കാരൊക്കെ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്കെന്താ? അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ. മൂന്നാമത്തതോ, അത് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർ. സഹോദരങ്ങൾ, ഈ കപ്പൽ യാത്രയിൽ ഞാനും നിങ്ങളും ഉണ്ടെങ്കിൽ ഏത് കൂട്ടരുടെ കൂടെയായിരിക്കും നമ്മൾ? ചിന്തിച്ചാൽ മതി. നമ്മളൊരു കപ്പലിൽ യാത്ര ചെയ്യണേ. കേച്ചേരിയിൽ ഒരു കപ്പലിലൂടെയാ നമ്മൾ യാത്ര ചെയ്യണേ. ഇവിടെ ഒരു തിന്മ കാണുമ്പോ, ഒരു മോശം കാണുമ്പോ ഞാൻ ഇതിൽ ഏതിൽ ഉൾപ്പെടുമെന്നത് ഞാനും നിങ്ങളും ചിന്തിക്കണം. ഏതിനെ നമ്മൾ ഉൾപ്പെടാം?
വേണ്ടാന്ന് പറയുന്നവരിലാണോ, അത് ചെയ്യല്ലേ അപകടം കിട്ടോ എന്ന് പറയുന്നവരിലാണോ, ഒന്നും കുഴപ്പമില്ലാത്ത നടന്നോട്ടെ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്ന് പറയുന്നവരിലാണോ, അതല്ല അതിങ്ങനെ ആ തിന്മ ചെയ്യണമെന്ന് വാദിക്കുന്നവരിലാണോ? സഹോദരങ്ങളെ, ഉറപ്പാ നമുക്കറിയാം, അവരിങ്ങനെ ആ ഒരു കപ്പൽ കുഴിച്ച് അതിൽ നിന്ന് വെള്ളമെടുക്കാൻ ശ്രമിച്ചാൽ ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും അപകടത്തിൽപ്പെടും, അവരൊക്കെ നാശമടയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെയാണ് ഒരു തിന്മ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഈയിടക്ക് വിവിധങ്ങളായ TV ഷോകളിൽ കാണുന്ന വൃത്തികെട്ട അവതാരങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. പല നിലക്കുള്ള അവതാരങ്ങൾ, പല തിന്മകളെയും പ്രൊമോട്ട് ചെയ്യുന്നത്, അതൊക്കെ നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികളും ഉമ്മമാരൊക്കെ കാണുന്നുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു വല്യുമ്മ പറയാ, ആ പ്രോഗ്രാം നമ്മൾ വെക്കുന്നതാണ്, ഈ പറഞ്ഞ പ്രോഗ്രാമാണ് അവരൊക്കെ ഇന്ന് കാണുന്നത്. വല്യുമ്മമാര് വരെ ഈ തോന്നിവാസങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മുടെ വീടകങ്ങളിൽ എല്ലാ തോന്നിവാസങ്ങളെയും കൊണ്ടുവരുന്ന ഈ പ്രോഗ്രാമുകളിൽ നൂറ ആദില എന്ന് പറഞ്ഞ മുസ്ലിം പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോ ഇസ്ലാമിന് അത് പുതിയ കാഴ്ചപ്പാടൊന്നായിരുന്നില്ല, അതൊരു പുതിയ കാഴ്ചപ്പാടൊന്നായിരുന്നില്ല. ലൂത്ത് നബിയുടെ സമൂഹം നിവാക്കുന്ന സ്വർഗ്ഗരതി എന്ന വലിയ അപകടങ്ങൾ നിറഞ്ഞിരുന്ന കാലഘട്ടത്തെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുകൊണ്ട് അതൊരു പുതിയ അറിവൊന്നുമല്ല. പക്ഷെ ആ തിന്മ സമൂഹത്തിലേക്ക് കടന്നു വന്ന് അതിങ്ങനെ പബ്ലിസിറ്റിയായി അതിങ്ങനെ നോർമലൈസ് ചെയ്യുന്ന അതിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കി അത് പലരും ഈ പോകാൻ അതൊരു ഏർപ്പാടായി മാറുന്ന അവസ്ഥ. സഹോദരങ്ങൾ, എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടോ? ആ പെണ്ണുങ്ങൾ അങ്ങനെ ജീവിക്കുന്നിടത്ത് അല്ലാഹുവേ അവർക്കൊന്ന് ഹിദായത്ത് കൊടുക്കണേ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ വീട്ടിലെ മക്കളല്ല പോയേക്കണേ, നമ്മുടെ വീട്ടിലെ മക്കളല്ല പോയേക്കണേ. നമ്മുടെ വീട്ടിലെ മക്കൾ പോകുമ്പോഴാ അത് നമ്മുടെ ചിന്തയായി കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ചിട്ട് വീട്ടിന്നേ നമ്മുടെ മക്കൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും അവരുടെ കൂട്ടുകാരുടെ ഒപ്പം പോയി ഒപ്പം ജീവിക്കാമെന്ന് തീരുമാനിക്കുമ്പോഴാ ഇത് നമുക്കൊരു ചർച്ചയാവുള്ളൂ, ഇത് നമുക്കൊരു ചിന്തയാവുള്ളൂ, ഇതിനെതിരെ പറയണമെന്ന് ചിന്തിക്കുള്ളൂ. റോഫ്കോണിലൊക്കെ പല പ്രാവശ്യവും ഒരു വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ നാട്ടിലൊരു കുട്ടീനെ വിളിക്കായിരുന്നു. അപ്പൊ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കൃത്യമായിട്ട് വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് നോക്കണുണ്ട്, കുഴപ്പമൊന്നുമില്ല. സിയാറിക്ക് കുട്ടികളെ ഇങ്ങനെ വിളിക്കുമ്പോ ചില വാപ്പമാര് പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അതവും മര്യാദക്ക് ഞാൻ കൊടുക്കണുണ്ട് എന്ന്. അങ്ങനെ ഉണ്ട് ചില പാരൻസ്. അങ്ങനെ ഒരു വാപ്പ വിളിക്കാം, വാപ്പ വലിയ വിഷമത്തിലെ വിളിക്കണേ. വാപ്പ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്തെത്താ? അപ്പോ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊന്ന് വരോ. നമ്മൾ ചെന്നു, വീട്ടിലിരുന്നു. അപ്പൊ അത് സംസാരിക്കാൻ പറ്റുന്നില്ല, വളരെ അധികം ഇപ്പോഴെന്തോ ഒരു പ്രയാസത്തിലാണ്. ഒരു പറഞ്ഞു, ഞാൻ വണ്ടിയിലെത്തുമ്പോൾ കാറിൽ പോയി ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാം. അങ്ങനെ ഒഴിഞ്ഞു പോയിരുന്നപ്പോ അദ്ദേഹം പറയും, ഞാനെല്ലാം എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ മോൻ ഇന്ന് MDMന് അഡിക്റ്റാണ്. എന്റെ മോന് കുഴപ്പമൊന്നുമില്ല, അവൻ ശരിയാണ്, അവൻ 100% കറക്റ്റാണ്, ചെറിയ പള്ളിയിലുണ്ട് എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്ന വാപ്പ പിന്നെ ഇങ്ങനെ വിളിക്കുക, എൻ്റെ മോനൊന്ന് എന്താ ചെയ്യുക, പരിഹാരം എന്താ ചെയ്യുക എൻ്റെ മോനെ കൊണ്ട്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ നന്മയുള്ളവരുടെ ശേഷം പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരനോട് നന്മ പറയാൻ നിങ്ങൾ ലജ്ജിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല കൂട്ടുകാരനല്ല. എങ്ങനെ? നിങ്ങളുടെ കൂട്ടുകാരനോട് നന്മ പറയാൻ നിങ്ങൾ ലജ്ജിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല കൂട്ടുകാരനല്ല. വാഹം കൊടുത്തപ്പോ പള്ളി കയറാണെന്ന് അവനോട് പറയാൻ നീ മടിക്കണുണ്ടെങ്കിൽ നിന്റെ കൂട്ടുകാരൻ നല്ല കൂട്ടുകാരനല്ല. നിന്റെ കൂട്ടുകാരനോട് തിന്മ പറയാൻ നീ മടിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല കൂട്ടുകാരനാണ്. നമ്മുടെ കൂട്ടുകാരന്മാരെയും നമ്മുടെ സൗഹൃദ വലയങ്ങളെയും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഒന്ന് ആലോചിച്ചു നോക്കി. സഹോദരങ്ങളെ, എങ്ങനെയുള്ള ആളുകളാണ് സ്നേഹിക്കുന്ന, നല്ലത് പറയുന്ന, നമ്മുടെ വീട്ടിലേക്ക് അവരെ കുടുംബവും വന്നാൽ വീട്ടിൽ ഈമാനികമായ വളർച്ചയുണ്ടാകുന്ന ആണോ? അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങളാണോ എനിക്കും നിങ്ങൾക്കും ഉള്ളത്? ഇതൊക്കെ ഒരു ആലോചനയാണ് കേട്ടോ, ഇതൊക്കെ ഒരു ചിന്തയാണ് കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ ഒന്നും പോയിട്ട് കാര്യമില്ല. നമ്മുടെ മക്കൾക്ക് ഈമാൻ വർദ്ധിക്കുന്ന മാർഗങ്ങളിൽ അവരെ കൊണ്ടെത്തിക്കണം. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ തലക്ക് ഭാഗത്ത് നിന്ന്
അപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാന്ന് പറയേണ്ട നമ്മുടെ മക്കൾ ഒരുപക്ഷെ നമ്മൾ അവരുടെ തലയുടെ ഭാഗത്ത് നിന്ന് അല്ല എൻ്റെ മോന് പുറത്തു കൊടുക്കണേ എന്ന് പറയണ്ടെങ്കിൽ സഹോദരങ്ങളെ അല്ലെ, ചില ആൾക്കാർ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ പറയാം വലിയ കുട്ടിയെ കിട്ടാം പെണ്ണും സ്റ്റേജിൽ ഇരുത്തിട്ട ആ വാപ്പ നമ്മളോട് പറയാം പ്രാർത്ഥിക്കണോട്ടോ അള്ളാന്റെ റഹ്മത്തും ബർക്കത്തുണ്ടാവും. എങ്ങനെ ഉണ്ടാവാൻ ചങ്ങായി, എങ്ങനെ ഉണ്ടാവാൻ? അന്ന് പറഞ്ഞതിനൊക്കെ വിരോധാഭാസം കാണിച്ചിട്ട് ഈ റഹ്മത്തും ബർക്കത്തും ഒക്കെ ആ കല്യാണത്തിൽ എങ്ങനെ ഉണ്ടാവാനാ? എത്ര പ്രാർത്ഥിച്ചിട്ടെന്താ, എത്ര പ്രാർത്ഥിച്ചിട്ടെന്താ? നമ്മൾ ആലോചിക്കുക. വെറുതെ ഒരു നാടകീയമായ ദീൻ നമുക്ക് വേണ്ടല്ലോ. ഒരു നാടകീയമായ ഒരു ദീനുണ്ടല്ലോ. പള്ളിയിൽ ഇങ്ങനെ 5 നേരം കാണാം, ബാക്കി എടുത്തൊന്നും ദീനില്ല. ഖുതുബക്കൊക്കെ സജീവാണ്, പക്ഷെ ബാക്കി എടുത്തൊന്നും ദീനില്ല. രക്ഷിക്കുമാറാണ്. ഇതൊക്കെ കപടതയാണ്, ഇതൊക്കെ കാപട്യമാണ്. ചിന്തിക്കുക, ദീനിനെ ഒരു ഗൗരവത്തിൽ കാണാൻ നമുക്ക് പറ്റണം, അല്ലെങ്കിൽ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകും. സഹോദരങ്ങൾ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള TV ഷോകൾ കാണണമെങ്കിൽ ഇന്ന് പോയിട്ട് പറ്റില്ല എന്ന് പറയാൻ സാധിക്കണം. എന്തിനാ കേബിൾ TV? എന്തിനാ നമ്മുടെ വീട്ടിൽ? അതെന്തിനാ? ഇപ്പൊ കേബിൾ TV ഒന്നും വേണ്ടല്ലോ, ഇവിടെ മൊബൈലിൽ അല്ലെ, ഇവിടെ മൊബൈലിൽ ഇരുന്ന് കാണാം, അതിന്റെ റീൽസുകളിൽ ഇരുന്ന് ഇങ്ങനെ കുത്തിനിരുന്ന് കാണാം. എന്നിട്ട് പറയുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ പുഞ്ചിരിച്ച് മൗനം അവലംബിച്ച് അതിനോടൊക്കെ യെസ് എന്ന് പറഞ്ഞ് മൂടിക്കൊടുക്കുന്നു നമ്മൾ. സഹോദരങ്ങളെ, എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്ര ഗൗരവമുള്ള വിഷയമാണ് ഇല്ലേ? ഈ ലിവാത്ത് സ്വവർഗരതിയുടെ അകമ്പടി പിടിച്ച് ലെസ്ബിയൻ കപ്പിൾസിനെതിരെ അല്ലെ ഒരു പെൺകുട്ടി എന്തോ പറഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? ആ പെൺകുട്ടീനെ സൈഡാക്കിയിട്ട് അവളെന്തോ അപരാധം പറഞ്ഞ പോലെ സഹോദരങ്ങളെ ആക്കിയില്ലേ. എവിടെയൊക്കെ പോണേ, എവിടെയൊക്കെ പോണേ? ഈ മതം, ലിബറൽ മതം സഹോദരങ്ങൾ, ഒരു മതമാണ്. ഏതുപോലെ പല മതങ്ങൾ ഇവിടെ ഇസ്ലാം അല്ലാതുള്ളതുപോലെ ഒരു മതമാണ് ലിബറൽ മതം. അതിന്റെ ആചാര്യന്മാർ, ഇന്ന് പറയുന്ന ആചാര്യന്മാർ പറഞ്ഞെന്താ? അതിലൊക്കെയുള്ള നന്മ എന്ന് പറയാം. എനിക്ക് തോന്നുന്നതാ നന്മ. എനിക്കിപ്പോ തോന്നുന്നത് എന്താ? അത് നന്മയാണ്. നിനക്ക് തോന്നുന്നു നിനക്ക് നന്മയാണ്. അങ്ങനെ എനിക്ക് എന്താ അവസ്ഥ? സഹോദരൻ, ഒരു ഉദാഹരണം പറയാം. ഒരു ട്രാഫിക് സിഗ്നലിലെ ഒരു യുക്തിവാദി, ഒരു ലിബറൽവാദി ചെന്നു വിചാരിക്കുക. അയാളിങ്ങനെ റെഡ് കത്തിയപ്പോ പറയാ എനിക്കിപ്പോ പോകണം എന്നുള്ളതാ എനിക്ക് തോന്നണേ. റെഡ് ഇങ്ങനെ കത്തിയപ്പോ അയാൾ പറയാം ഞാൻ വണ്ടി എടുക്കണം, എനിക്കിപ്പോ തോന്നുന്നത് എന്താ? എനിക്ക് പോകണം എന്നാണ്. വേറൊരു ലിബറൽവാദി വന്നിട്ട് പച്ച കത്തിയപ്പോ അയാൾ പറയാ എനിക്കിനി പോകണ്ടെന്നാ തോന്നണേ. ഇതാണ് അവരുടെ മതം എന്നാ പറയാ. അവർക്ക് തോന്നുന്നത് അവർക്ക് നന്മയാണ്. ഇവിടെ എന്താണ്, എന്ത് സംസ്കാരമാണ് ഇങ്ങനെയുള്ളവർ പഠിപ്പിക്കുക? സഹോദരങ്ങളെ, ആ ഉത്തഴിഞ്ഞ ജീവിതത്തിലേക്കാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളും കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം നമ്മുടെ വീട്ടിലേക്ക് പതുക്കെ കയറിയിട്ടുണ്ട്. പതുക്കെ അങ്ങനെ പലതും ഇങ്ങനെ നമുക്കും തോന്നി തുടങ്ങി. ഇപ്പോൾ ഞാനിങ്ങനെ കട്ടായൊക്കെ പഠിക്കുന്നത് കുറച്ചൊക്കെ ഒന്ന് അഴിച്ചു വിട്ടു കൊടുത്താലല്ലേ ഇപ്പൊ നടക്കുള്ളൂന്ന് നമുക്ക് തോന്നി തുടങ്ങിയെന്ന്. അതൊക്കെ അതിന്റെ മറ്റൊരു വശമാണ്. ചിന്തിക്കണം. നമ്മുടെ വീടുകളിൽ ദീൻ പഠിക്കണം. ഫാമിലി ക്ലാസുകൾ നമ്മുടെ പല വീടുകളിൽ നടക്കണം. കുടുംബ സംഗമങ്ങൾ പല വീടുകളിലും ഉണ്ടാകണം. ദീൻ ഇങ്ങനെ എപ്പോഴും ചർച്ചയായി കൊണ്ടിരിക്കണം. ഖുർആൻ ക്ലാസുകളിൽ കുടുംബത്തോടെ വരണം. കല്യാണ വീട്ടിലേക്ക് പോണ എങ്ങനെയാ? 6 മാസമുള്ള കുട്ടീനെ ഒപ്പത്തെടുത്തിട്ട പോണേ. എന്നിട്ട് ഖുർആൻ ക്ലാസ്സിലേക്ക് വിളിക്കുമ്പോ 6 മാസമുള്ള കുട്ടിയുണ്ടെന്ന് ന്യായം പറയാ. കല്യാണ വീട്ടിൽ 3 മണിക്കൂർ നിനക്ക് കുട്ടി ഉണ്ടായിരുന്നില്ലേ? എന്ത് നിനക്ക് ഖുർആൻ ക്ലാസ്സിലേക്ക് അല്ലാഹുവിന്റെ കലാം, ഖൈറു കലാമി കലാമുല്ലാഹ് ഖുത്ബയിൽ ഭംഗിക്ക് പറയാനുള്ള വാക്കല്ല, അല്ല അല്ലേ? ഏറ്റവും നല്ല വാചകം അല്ലാഹുവിന്റെ കലാം ഖുർആനാ. ആ ഖുർആൻ മക്കൾ ഇങ്ങനെ പഠിക്കട്ടെ. ആ ക്ലാസുകളിൽ കുടുംബമായിട്ട് സഹോദരങ്ങളെ ദീൻ ഇങ്ങനെ വീട്ടിൽ ചർച്ച ചെയ്യ്. അങ്ങനെ പല തിന്മകളിൽ നിന്ന് മക്കൾ സംശയം ചോദിക്കുമ്പോ അത് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അറിയില്ലെങ്കിൽ ക്ലാസുകളിൽ സംശയം ചോദിക്കും, പഠിക്കേ. എന്നിട്ട് അതിന് പരിഹാരങ്ങൾ കണ്ടെത്ത്. ഇനിയുള്ള കാലത്തിൽ എങ്ങനെയെങ്കിലും പോയ രക്ഷപ്പെടട്ടോ. ശ്രദ്ധിക്കുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന്
ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ റആ മിൻകും മുൻകറ, നിങ്ങളൊരു വെറുക്കപ്പെട്ട കാര്യം കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദിഹി, അവനവന്റെ കൈ കൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ. അവനവന്റെ കൈ കൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ. ഇനിയോ ഫഇല്ലം യസ്തതിഉ ഫബിലിസാനിഹി, അവനതിന് സാധിച്ചില്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് അവൻ തടഞ്ഞുകൊള്ളട്ടെ. ഫഇല്ലം യസ്തതിഉ ഫബിഖൽബിഹി, അതിനും അവന് സാധിച്ചില്ലെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും അവൻ അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചു കൊള്ളട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഘട്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ഈമാനിന്റെ ആ ഒരു ആദ്യ പടിയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണം. വീട്ടിൽ നിന്ന് മക്കളിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെ, മക്കളൊന്ന് ശ്രദ്ധിക്കണം. എൻ്റെ ആൺകുട്ടിയുടെ ലാൻഡ് നെരിയാണിക്ക് താഴെ പോയിട്ടില്ല. എൻ്റെ പെൺകുട്ടിയുടെ വസ്ത്രം അത് ദീനിയായ വസ്ത്രമാണ്, നിലപാട് സ്വീകരിക്കണം. എൻ്റെ ഭാര്യ ഇറങ്ങിപ്പോകുന്നത് അല്ലെ നല്ല രൂപത്തിലാണ്. ഞാൻ എൻ്റെ വസ്ത്രം സ്വീകരിച്ചിട്ടുള്ളത് അത് നല്ല രൂപത്തിലാണ്. എൻ്റെ വീട്ടിൽ ഹറാമുകളുടെ ആസ്വാദനങ്ങളുടെ അവസ്ഥയില്ല. എൻ്റെ വീട്ടിൽ ഖുർആനിന്റെ മധുരങ്ങൾ കേൾക്കുന്നുണ്ട്. എൻ്റെ മക്കൾ ഖുർആൻ ഓതുന്നുണ്ട്, എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വീട് സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തെയൊക്കെ ആ രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വരുന്ന ഒക്ടോബർ 5 ഞായറാഴ്ച MM ഓഡിറ്റോറിയം പഞ്ഞിത്തലത്ത് വെച്ചുകൊണ്ട് മുജാഹിദുൽ പ്രതിനിധി സമ്മേളനം നടക്കുന്നുണ്ട്. കുടുംബം ധാർമ്മികത സമൂഹം കുന്നംകുളം മണ്ഡലത്തിലെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരേണ്ട എല്ലാ മെമ്പർമാരും ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരണം. സഹോദരങ്ങളെ, എല്ലാ നിവാസികൾക്കും ഇവിടെ സംഘടനയും, നിങ്ങൾ ആലോചിക്കുക, എല്ലാ തിന്മകൾക്കും സംഘടന പ്രമോട്ട് ചെയ്തുകൊണ്ട് അവരൊക്കെ മുന്നോട്ട് പോകണം. എന്ത് ഈ സംഘടന ഇവിടെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സംഘടനയുടെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ, ഇവിടെ പല വോയിസുകളും മുമ്പിലേക്ക് വെക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ കൂട്ടമായി നിന്നാലാണ്. അല്ലെ, ഫലസ്തീനെതിരെ പല സ്ഥലത്തും പല പദ്ധതികളിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ? ആ കുട്ടികളിലൊക്കെ ഐക്യദാർഢ്യം എന്ന രൂപത്തിലും അതിലൊക്കെ നമ്മൾ പങ്കെടുത്തു. സഹോദരങ്ങളെ, ഇതുപോലെ ദഅവാ രംഗത്ത് തൗഹീദ് പറയുന്നത് സ്വർഗത്തിന്റെ താക്കോല തൗഹീദ്. ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തന തൗഹീദ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളത്. അതുകൊണ്ട് ആരും വൈമനസ്യം കാണിക്കാതെ ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 9:00 മുതൽ ഷിബിർബദിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരാൻ ശ്രദ്ധിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ നമ്മെ ഒക്കെ ദീനിയായി ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, നീ അവരുടെ രോഗം ശിഫയായി കൊടുക്കണമേ. അള്ളാഹുവേ, സ്വർഗത്തിൽ ഒരുമിച്ച് പോകുന്നവരിൽ നിന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അള്ളാഹുവേ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم انصرنا إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه